കേരളത്തിൽ തെരുവുനായ ശല്യം വീണ്ടും ഭീതിജനകമായ രീതിയിൽ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയവും നിയമപരവുമായ പരിഹാര മാർഗങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും പ്രാധാന്യമേറുന്നു. റോഡുകളിലും പൊതുസ്ഥലങ്ങളിലും മാത്രമല്ല, സ്കൂളുകൾ, ആശുപത്രികൾ, സർക്കാർ ഓഫീസുകൾ തുടങ്ങിയ അതീവ സുരക്ഷ ആവശ്യമുള്ള ഇടങ്ങളിൽ പോലും തെരുവുനായ്ക്കളുടെ സാന്നിധ്യം ജനങ്ങളുടെ, പ്രത്യേകിച്ച് കുട്ടികളുടെയും വയോധികരുടെയും സുരക്ഷയ്ക്ക് വൻ ഭീഷണിയായി മാറിയിരിക്കുന്നു. വീട്ടുമുറ്റത്തും മറ്റും കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റുന്ന തരത്തിലുള്ള വാർത്തകൾ എല്ലാ ദിവസവും കാണാം. ഇത് കേവലം നായ്ക്കളെ കൊല്ലണോ വേണ്ടയോ എന്ന വികാരപരമായ ചർച്ചയ്ക്കപ്പുറം പൊതുജനാരോഗ്യം, തദ്ദേശ സ്വയംഭരണ ഏകോപനം, മൃഗക്ഷേമം എന്നിവയുമായി ബന്ധപ്പെട്ട സങ്കീർണമായൊരു സാമൂഹിക വിഷയമായി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ ഏതാണ്ട് 9 ലക്ഷം നായ്ക്കളുണ്ടെന്നാണ് നിഗമനം. സംസ്ഥാനത്ത് തെരുവുനായ ശല്യം അതീവ ഗുരുതരമായ അവസ്ഥയിൽ നിന്നും വ്യക്തമാക്കുന്ന കണക്കുകൾ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മാത്രം കേരളത്തിൽ 15,02,737 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഈ കാലയളവിൽ പേവിഷബാധയേറ്റ് 122 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും 2021 മുതൽ 2025 വരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു. ഓരോ വർഷവും കടിയേൽക്കുന്നവരുടെയും മരിക്കുന്നവരുടെയും എണ്ണം കൂടി വരികയാണ്. 2021 2,21,379 പേർക്കാണ് സംസ്ഥാനത്ത് കടിയേറ്റതെങ്കിൽ 2025 അത് 3,69,272. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പേർക്ക് കടിയേറ്റത്, 58,108. സമാനമായി 2021 11 മരണസംഖ്യ 2025 33 വർദ്ധിച്ചത്. 2025 ആലപ്പുഴയിലും കൊല്ലത്തും 5 പേർക്ക് പേവിഷബാധയേറ്റു മരിച്ചു. തെരുവുനായ ശല്യം പതിവ് വാർത്തയാക്കുന്നതിന് പ്രധാന കാരണം അവയുടെ എണ്ണവും ആക്രമണ സ്വഭാവവും വർദ്ധിക്കുന്നത് തന്നെയാണ്. പേവിഷബാധ എത്ര സൗമ്യരായ നായ്ക്കളിൽ പോലും ആക്രമണ സാധ്യത വർദ്ധിപ്പിക്കും. ആക്രമണവും പേവിഷമരണങ്ങളും കൂടുന്നതിൽ നിന്നും തെരുവുനായ്ക്കളിൽ പേവിഷബാധ രൂക്ഷമാണെന്നും മനസ്സിലാക്കാം. എന്നാൽ സ്വതന്ത്രമായി വിഹരിക്കുന്ന തെരുവുനായ്ക്കളിൽ പ്രതിരോധ കുത്തിവയ്പ് വഴി പേവിഷബാധ നിയന്ത്രിക്കുന്നത് പ്രായോഗികമല്ലെന്നും വ്യക്തമാണല്ലോ. അതുകൊണ്ട് തന്നെ തെരുവുനായ ശല്യം ഒഴിവാക്കുന്നതിന് അടിയന്തരമായ എണ്ണം കുറയ്ക്കൽ നടപ്പാക്കുകയേ മാർഗമുള്ളൂ. ഇതിനായി ജനന നിയന്ത്രണ മാർഗങ്ങൾ അവലംബിച്ചാൽ എണ്ണം കുറയാൻ ദീർഘകാലം കാത്തിരിക്കേണ്ടി വരും. കൂടുതൽ എണ്ണത്തെ പിടികൂടുന്നതിനുള്ള പരിമിതികളും നിലവിലുള്ള എണ്ണം ഉടനെങ്ങും കുറയുന്നില്ലെന്നതും ആക്രമണവും പേവിഷബാധയും ഒഴിവാകില്ലെന്നതും വന്ധ്യകരണത്തിന്റെ വലിയ പരിമിതികളാണ്. ഈ സാഹചര്യത്തിൽ എണ്ണം കുറയ്ക്കാൻ മറ്റു പ്രായോഗിക മാർഗങ്ങൾ അവലംബിക്കേണ്ടി വരും. എളുപ്പം പിടികിട്ടാവുന്നവയെ മാത്രം കൊല്ലുന്ന, വന്ധ്യകരിക്കുന്ന, തടവിലാക്കുന്ന പരിഹാര നടപടികളെല്ലാം പിൻകാലത്ത് പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കും വിധം നായ്ക്കളിൽ പരിണാമത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. വർഷങ്ങളായി സംസ്ഥാനത്ത് ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി നടപ്പാക്കുന്നുണ്ടെങ്കിലും തെരുവുനായ ശല്യം ഇപ്പോഴും പൂർണ്ണമായി പരിഹരിക്കപ്പെടാത്തതിന് പ്രധാന കാരണം അതിന്റെ നടപ്പാക്കലിലെ പാളിച്ചകളാണ്. നായ്ക്കളുടെ വന്ധ്യകരണവും വാക്സിനേഷനും എല്ലാ പ്രദേശങ്ങളിലും ഒരേപോലെയും കൃത്യമായ മാനദണ്ഡങ്ങളോടെയും നടക്കുന്നില്ല. വന്ധ്യകരിച്ച നായ്ക്കളെ കൃത്യമായി തിരിച്ചറിയാനും കണക്കെടുക്കാനും സംവിധാനമില്ലാത്തതും വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയും പദ്ധതിയുടെ ലക്ഷ്യത്തെ ബാധിക്കുന്നു. കൂടാതെ പേവിഷബാധ സംശയിക്കുന്നതോ അതിക്രമകാരികളായുമായ നായ്ക്കളെ തിരിച്ചറിയാനോ പരാതി ലഭിച്ചാൽ ഉടനടി നിയന്ത്രിക്കാനോ നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറോ വേഗത്തിൽ പ്രവർത്തിക്കുന്ന അടിയന്തര സംവിധാനങ്ങളോ ഇല്ലെന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. നായ്ക്കളുടെ വർധനവിന് വഴിവെക്കുന്ന മറ്റൊരു പ്രധാന ഘടകം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നിലനിൽക്കുന്ന മാലിന്യ സംസ്കരണത്തിലെ വീഴ്ചകളാണ്. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക്കിലും കവറുകളിലും ഉപേക്ഷിക്കപ്പെടുന്ന ഭക്ഷ്യമാലിന്യങ്ങൾ തെരുവുനായ്ക്കൾക്ക് എളുപ്പത്തിൽ ആഹാരവും അനുകൂലമായ അന്തരീക്ഷവും ഒരുക്കുന്നു. അതിനാൽ മാലിന്യ സംസ്കരണം കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാതെ ABC പദ്ധതി കൊണ്ട് മാത്രം തെരുവുനായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുക അസാധ്യമാണ്. സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങിയ മേഖലകളിൽ ആക്രമണങ്ങൾ തടയുന്നതിനായി വേലികെട്ടി സംരക്ഷിക്കുക, വാച്ചർമാരെ നിയോഗിക്കുക, തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെ സജ്ജമാക്കുക തുടങ്ങിയ അടിയന്തര സുരക്ഷാ പ്രോട്ടോകോളുകൾ ഉടനെ നടപ്പിലാക്കേണ്ടതുണ്ട്. തെരുവുനായ്ക്കളുടെ എണ്ണം പെട്ടെന്ന് കുറയാൻ ഷെൽട്ടറുകൾ അഥവാ പുനരധിവാസ കേന്ദ്രങ്ങൾ മാത്രമാണ് പരിഹാരം. പരമാവധി നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കി പരിപാലിക്കുകയാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. ഇപ്രകാരം പല ജില്ലകളിൽ 1 അതിലധികമോ ഷെൽട്ടറുകൾ ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റു പല സ്ഥലങ്ങളിലും നിർമ്മാണ ആസൂത്രണ ഘട്ടങ്ങളിലാണ്. പക്ഷേ ഷെൽട്ടറുകളിൽ പാർപ്പിച്ച് തെരുവുനായ്ക്കളുടെ എണ്ണം കുറയ്ക്കണമെങ്കിൽ കേരളത്തിലെ ഓരോ ജില്ലകളിലും ഏതാണ്ട് 5 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഷെൽട്ടറുകൾ ആവശ്യമാണ്. അത്രയും അധികമുണ്ട് ഇവയിപ്പോൾ.
ഇവയെല്ലാത്തതിനെയും പിടികൂടുക എന്നത് പ്രായോഗികമല്ല. തെരുവിൽ അവശേഷിക്കുന്ന വന്ധ്യകരണം ചെയ്യപ്പെടാത്തവ പ്രത്യുൽപാദനം തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി ഈ രീതി ഫലപ്രദമാക്കണമെങ്കിൽ പ്രത്യുൽപാദന തോതിലെ മറികടക്കും വിധം നായ്ക്കളെ അതിവേഗം തെരുവിൽ നിന്നൊഴിവാക്കുന്നതിനായി 90% തെരുവു നായ്ക്കളെയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ പിടികൂടുക തീർത്തും അസാധ്യമാണ്. കൂടാതെ പിടികിട്ടാത്തവ പ്രത്യുൽപാദനം തുടരുന്നതിനാൽ പിന്നീടുള്ള ഓരോ വർഷവും അത്രയും എണ്ണത്തെ കൂടി അധികമായി പിടികൂടി പുനരധിവസിപ്പിക്കേണ്ടി വരുന്നു. ഇപ്രകാരം വർഷം തോറും ഷെൽട്ടറുകളുടെ ലഭ്യത 5 ലക്ഷം ചതുരശ്ര മീറ്റർ വീതം വർദ്ധിപ്പിച്ചേ മതിയാകൂ. വന്ധ്യകരണം വഴി ലക്ഷ്യം കൈവരിക്കാൻ വർഷങ്ങളെടുക്കുമെന്നതിനാലും മറ്റു മാർഗങ്ങൾ അപ്രയോഗ്യമല്ലാത്തതിനാലും പെട്ടെന്ന് എണ്ണം കുറയ്ക്കാൻ ദയാവധം ഒരു മാർഗമായി കാണാം. പൊതുജനാരോഗ്യത്തിന് മുൻഗണനയെങ്കിൽ ഇത്തരം ഒരു പരിഹാരം തൽക്കാലത്തേക്കെങ്കിലും ഒഴിവാക്കാനാകില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തെ നിയമങ്ങളെ പരിഗണിക്കുമ്പോൾ ഇത് പ്രായോഗികമല്ല. ജീവിക്കാനുള്ള അവകാശം എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട്. അതേസമയം പരസ്പരം സന്തുലിതാവസ്ഥ പാലിക്കേണ്ടത് എല്ലാ വിഭാഗങ്ങളുടെയും നിലനിൽപ്പിന് അനിവാര്യവുമാണ്. അതിനാൽ ഈ വിഷയം വളരെ സെൻസിറ്റീവായി എക്കാലവും നിലനിൽക്കും. ഇക്കാര്യത്തിൽ നിരന്തരമായി കേന്ദ്രവുമായി ഏറ്റുമുട്ടേണ്ട അവസ്ഥയും പലപ്പോഴും കേരളം നേരിടുന്നുണ്ട്. ഓരോ പ്രദേശത്തെയും സവിശേഷ സാഹചര്യം മനസ്സിലാക്കുന്നതിൽ കേന്ദ്രം പരാജയപ്പെടുമ്പോഴാണ് ഈ അവസ്ഥ വരുന്നത്. മനുഷ്യജീവന്റെ സുരക്ഷയും മൃഗക്ഷേമവും ഒരേ സമയം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു ദീർഘകാല പരിഹാരമാണ് കേരളത്തിന് അത്യാവശ്യം. സുപ്രീം കോടതി നിർദ്ദേശങ്ങളും ABC റൂൾസ് 2023 പാലിച്ച് സംസ്ഥാന തലത്തിൽ തെരുവു നായ്ക്കളുടെ കൃത്യമായ സെൻസസ് എടുക്കുക, ABC പദ്ധതികളുടെ തത്സമയ മോണിറ്ററിംഗ് ഉറപ്പാക്കുക, പേവിഷബാധ നിരീക്ഷണവും പ്രതിരോധ കുത്തിവെപ്പുകളും ശക്തമാക്കുക എന്നിവ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇതിനോടൊപ്പം തെരുവിലേക്ക് ഭക്ഷ്യമാലിന്യങ്ങൾ എറിയുന്ന നമ്മുടെ സാമൂഹിക ശീലങ്ങൾ തിരുത്തുകയും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സാങ്കേതിക പിന്തുണ നൽകുകയും ചെയ്താൽ മാത്രമേ കേരളത്തിലെ തെരുവുനായ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ.